നമ്മളിപ്പോൾ ഏതൊക്കെ പഠിച്ചു? ഹോൾഡിങ് പഠിച്ചു, ഡിസ്കൗണ്ടിങ് പഠിച്ചു. അപ്പോൾ നാലാമത്തെയാണ് ഇത് അല്ലേ. ബിൽ സെൻഡ് ഫോർ ഏതാണ്? കളക്ഷൻ. എന്താ സംഭവം എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. എന്താ, ബാങ്കിലേക്ക് എന്ത് ചെയ്യുക, കുറേ ബില്ലുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ ബാങ്കിലേക്ക് എന്ത് ചെയ്യാണ്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ? പിന്നെ ബാങ്ക് സാധനം എന്ത് ചെയ്യും? പൈസ ആയിട്ട് തരും. സംഗതി ഇത്രേ ഉള്ളൂ. നമ്മൾ സാധാരണ ബാങ്കിലേക്ക് ബില്ലുകൾ ബാങ്കിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ ബിൽസ് റിസീവബിളിന് എന്ത് ചെയ്യേണ്ടി വരും? ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. ശരിയല്ലേ? അല്ലേ? അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം വേണ്ടേ? അതിൻ്റെ പേര് ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. അപ്പോൾ എൻ്റെ എന്താ വരിക? ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. പിന്നെ ബില്ലുകളൊക്കെ എല്ലാം കൂടെ ബാങ്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് അയച്ചു വരുമ്പോൾ എൻ്റെ എന്താവും? ക്യാഷ് അക്കൗണ്ട് അപ് ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. ക്ലിയർ അല്ലേ? സംഭവം മനസ്സിലായി? ആദ്യത്തെ എൻട്രി ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. രണ്ടാമത്തെ എൻട്രി അത് ബില്ല് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അപ്പോൾ അസറ്റ് ഡിക്രീസ് ചെയ്തപ്പോൾ ക്രെഡിറ്റ് ചെയ്ത് മറ്റൊരു അസറ്റ് വന്നു. അസറ്റിൻ്റെ പേരാണ് ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. അത് ബാങ്കാണ്. അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ആരെയാണ്? ബാങ്കിനെ. പിന്നെ ബാങ്ക് പൈസ വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ബിൽ സെൻഡ് ഫോർ. നമുക്കിതിൻ്റെ ചാനൽ നോക്കൂ, ശ്രദ്ധിക്കും. If a business has numerous bills he got from various debtors, he may send these bills to his banker for collection purpose. കുറേ ബില്ലുണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം? ബാങ്കിനെ ഏൽപ്പിക്കാം. It should be remembered that this is not discounting of bill of exchange. ഡിസ്കൗണ്ട് ചെയ്യലല്ല, ബില്ല് അതുപോലെ ഉണ്ട്, എന്ത് ചെയ്യണം? ഇതാക്കണം. ബില്ല് സെൻഡ് ചെയ്തിട്ട് അതിന് ബാങ്ക് ഒരു ചെറിയ എമൗണ്ട് നമ്മുടെ അടുത്ത് നിന്ന് മേടിക്കും. ഈ ബില്ലിൽ നിന്ന് കുറയ്ക്കില്ല, അത് വേറെ എക്സ്ട്രാ ചാർജ് മേടിക്കും. ദ ബിൽ ഈസ് സെൻഡ് ഫോർ സേഫ്റ്റി ആൻഡ് എ കളക്ഷൻ പർപ്പസ്. ദ ബാങ്ക് കീപ് ദ ബിൽ ഇൻ ഇറ്റ്സ് കസ്റ്റഡി ടിൽ ദ ഡ്യൂ ഡേറ്റ്. എന്നിട്ട് ഓൺ ദ ഡ്യൂ ഡേറ്റ് ദ ബാങ്ക് വിൽ പ്രസൻറ്റ് ദ ബിൽ ടു ദ അക്സെപ്റ്റർ. അപ്പോൾ പണി ആരെടുത്തോളും? ബാങ്ക് എടുത്തോളും. ബാങ്ക് അവരെ കോൺടാക്ട് ചെയ്തോളും. ആഫ്റ്റർ കളക്റ്റിംഗ് ദ എമൗണ്ട്, അങ്ങനെ ബാങ്ക് പൈസ മേടിക്കും. ദ ബാങ്ക് ട്രാൻസ്ഫർ ദ എമൗണ്ട് ടു ദ അക്കൗണ്ട് ഓഫ് ഇറ്റ്സ് കസ്റ്റമർ. അതോ കസ്റ്റമറുടെ അല്ലെങ്കിൽ ഡ്രോവറുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? ബാങ്ക് പൈസ കൊടുക്കും. ബൈ ഗിവിങ് എ ക്രെഡിറ്റ് ടു ഹിസ് അക്കൗണ്ട്. ദ ബാങ്ക് ചാർജ് സം നോമിനൽ ഫീ ഫ്രം ദ കസ്റ്റമർ ഫോർ സർവീസ് ഹി റെൻഡഡ്. ദിസ് ഈസ് ആൻ എക്സ്പെൻസ് ഫോർ ദ കസ്റ്റമർ ആൻഡ് റവന്യൂ ഫോർ ദ ബാങ്ക്. സിമ്പിൾ അല്ലേ? ഓക്കെ. ഇതിൻ്റെ അക്കൗണ്ടിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ബില്ല് സെൻഡ് ഫോർ കളക്ഷൻ്റെ എൻട്രി എന്താ? ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. ബില്ല് ഹോണർ ആവുകയാണെങ്കിൽ ക്യാഷ് കറക്റ്റ് കിട്ടും. ക്യാഷ് അക്കൗണ്ട് അപ് ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. ഡിസ്ഹോണർ ആവുകയാണെങ്കിൽ എൻട്രി എന്താ? ഓക്കെ അല്ലേ? സാധാരണ ഡിസ്ഹോണർ ആവുന്ന എൻട്രി എന്താ? ഇവിടെ ഇപ്പം എന്തിനാ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ്റ്റർ എന്തിനാ പറഞ്ഞു? അല്ല, ഇതിൻ്റെ മുന്നേ നമ്മളൊരു എൻട്രി ഉണ്ട്. ഏതാ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ്റ്റർ ടു ഏതാണ്? ഡെപ്റ്റർ. പിന്നെ ആ ബിൽസ് റിസീവബിളിനെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് സെൻഡ് ചെയ്തപ്പോൾ ക്യാൻസലായി പോയി. ക്യാഷ് കിട്ടുകയാണെങ്കിൽ ബിൽ സെൻഡ് ഫോർ കളക്ഷനാണ്. ക്യാഷ് കിട്ടിയില്ലെങ്കിൽ എൻട്രി എന്താ പറഞ്ഞ്? എന്ന് നേരത്തെ പറഞ്ഞ് ബിൽ സെൻഡ് ഫോർ കളക്ഷൻ ക്രെഡിറ്റ് തന്നെ ചെയ്യുക, അതിൽ മാറ്റില്ല. ഈ ബിൽസ് റിസീവബിൾ പറഞ്ഞ അവിടെ ഡെബിറ്റ് അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. യെസ്. അപ്പോൾ ഇവിടെ എൻട്രി എന്താ വരിക? ഡ്രോവി അക്കൗണ്ട് അപ് ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. സാധാരണ എൻട്രി എന്താ? ഡ്രോവി അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ അല്ലേ? ബിൽസ് റിസീവബിൾ അല്ല, ഏതാ? ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. ഞാൻ പൈസ തരണം നമുക്ക്. ഡ്രോയി ബാങ്കിൽ കിടക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ബാങ്ക് കളക്ട് ചെയ്യണമായിരുന്നു, പക്ഷെ ചെയ്തിട്ടില്ല. പ്രശ്നമില്ലല്ലോ, സിമ്പിൾ ഉണ്ട്. അപ്പോൾ സെൻഡ് ചെയ്താൽ എന്താ പറഞ്ഞ്? ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. പൈസ കിട്ടിയാൽ ക്യാഷ് അക്കൗണ്ട് അപ് ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. പൈസ കിട്ടിയില്ലെങ്കിൽ ആ പൈസ ആര് തരണം? ഡ്രോവി. അപ്പോൾ ഡ്രോവി അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വീണ്ടും ഡ്രോവി. ക്വസ്റ്റ്യൻ നോക്കാം. ബുക്ക് സോൾഡ്, വീണ്ടും ബുക്ക് വന്നു. എത്ര? 30,000 രൂപയ്ക്ക്. ഓക്കെ അല്ലേ? ക്രെഡിറ്റ് ആർക്കാണ്? പെന്നിന്. മറ്റേ ക്വസ്റ്റ്യൻ തന്നെയാണ്, പ്രത്യേകിച്ച് വായിക്കണം, എന്നാലും വായിക്കാം. 2 months. ഈ വീഡിയോ മാത്രം കാണുന്നവരാണെങ്കിലും നമ്മളൊരു പണി പരിഗണിക്കണ്ടേ?
ഫ്രം ദ ഡേറ്റ് ഓഫ് വെൻ ഡ്യൂലി അക്സെപ്റ്റഡ് സച്ച് ബിൽ റിട്ടേൺ ടു ബുക്ക് സെൻഡ് ദ ബിൽ ഫോർ കളക്ഷൻ ഓർ എന്നാണ് 4th January. ഡ്യൂലി യഥാക്രമം മലയാളം ഡ്യൂലി അക്സെപ്റ്റഡ് യഥാക്രമം അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ ഒരു വാക്കാ. ഡ്യൂ ഡേറ്റ് വേറെ. ഡ്യൂ പറഞ്ഞാൽ അതിൻ്റെ അതെന്താണെന്ന് അറിയുന്നതല്ലേ, ഡ്യൂ ആയ ഡേറ്റ് അതാണ് ഡ്യൂ ഡേറ്റ്. ബില്ല് കളക്ട് ചെയ്തു, ബില്ല് എന്തായി, ഡിസോണറായി. ഇങ്ങനെ 2 സാധ്യതകളുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓർമ്മയില്ലേ, ബുക്കാണ് ആർക്ക് സെല്ല് ചെയ്യുന്നത്, പെന്നിന് സെല്ല് ചെയ്യുന്നത്. എന്നിട്ട് ആരാണ് ഈ ബില്ല് സെൻഡ് ഫോർ കളക്ഷൻ ചെയ്യുക? ഡ്രോവർ. ഡ്രോവറേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ ബില്ല് എൻഡോസി കൊടുത്താൽ ആർക്കും കളക്ഷൻ വേണ്ടി സെൻഡ് ചെയ്യാം, എൻഡോസിങ് കളക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ. നമ്മൾ ഇൻ ദി ബുക്സ് ഓഫ് ബുക്ക് ആദ്യം പറയണം. ഓക്കെ, എന്താണ് ആദ്യം? പെൻ അക്കൗണ്ട് അപ് ടു സെയിൽസ്, പിന്നെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു പെന്ന്. കുഴപ്പമില്ലല്ലോ, പോട്ടെ. യെസ്. ദെൻ അടുത്ത എൻട്രി വരുന്നത് ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. ഇനി ഏതില്ല? ബിൽസ് റിസീവബിൾ ഇല്ല. ഇനി പൈസ കിട്ടുകയാണെങ്കിൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് അപ് ടു ബിൽസ്. പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ആരാ? പെൻ അക്കൗണ്ട് അപ് ടു ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ പൈസ കിട്ടിയാൽ ഇതാ ക്യാഷ് അക്കൗണ്ട് അപ് ടു ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ. പൈസ കിട്ടിയില്ലെങ്കിൽ പെൻ അക്കൗണ്ട് അപ് ടു ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ. ഇതൊന്നും ആരെ ബാധിക്കൂല? അല്ല, പെന്നിനെ ബാധിക്കൂല. ഓക്കെ അല്ലേ? ഡിസോണറായ ബാധിക്കും. ഈ സെൻഡ് ചെയ്തേ, കളക്ഷൻ സെൻഡ് ചെയ്തേ. ഡിസോണറായത് ഓൾറെഡി നമ്മൾ സാധാരണ പോലല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും അത് എളുപ്പമായിരിക്കും. പർച്ചേസ് അക്കൗണ്ട് അപ് ടു ബുക്ക്, പിന്നെ ബുക്ക് അക്കൗണ്ട് അപ് ടു ബിൽസ് പേബിൾ, ഹോണറായ ബിൽസ് പേബിൾ അക്കൗണ്ട് അപ് ടു ക്യാഷ്, ഡിസോണറായ ബിൽസ് പേബിൾ അക്കൗണ്ട് അപ് ടു ബുക്ക്. സിമ്പിൾ അല്ലേ? ആർക്കും ചെയ്യാം. ഒന്ന് ചെയ്തു.